വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു കാലിയായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഓർഗനൈസർ അല്ലെങ്കിൽ പ്ലാന്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടികൂടാതെ ഒരു ലൈക്കും കൂടെ തരണേ. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിന് ആദ്യമായിട്ട് നമ്മൾ ഈ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊന്ന് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. കുഞ്ഞു കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വിട്ട് കിട്ടുന്നില്ലേ? സ്റ്റിക്കർ ഒരു പൊട്ട് പോലും അതിനകത്ത് സ്റ്റിക്കാവാതെ പെട്ടെന്ന് ഇങ്ങനെ പേർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ 2 പാർട്ടും ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നില്ലെങ്കിൽ പാറ്റേൺ ആദ്യം തന്നെ വരച്ചെടുക്കാം. അതായത് സ്റ്റെൻസിൽ പോലെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്കെച്ച് യൂസ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു പ്ലാന്റർ അല്ലെങ്കിൽ ഓർഗനൈസർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചുറ്റും ഇതൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് ആനക്കുട്ടനെയാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ആനക്കുട്ടനാണ്. കണ്ടില്ലേ, ആനക്കുട്ടൻ്റെ ചെവിയും അതേപോലെ തന്നെ കണ്ണും ആ തലയുടെ ഭാഗവും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിക്ക് വേണം വരച്ചു കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതാ ഇതിൻ്റെ മേലെ ആ പിടിക്കുന്ന ആ ഭാഗത്താണ് കേട്ടോ ഞാൻ തുമ്പിക്കൈ വരച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ചെയ്തെടുക്കൽ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ഒരുപാട് കഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കിയതുപോലെ തന്നെ ബോട്ടിലൊന്ന് ചൂടാക്കുക. അതേപോലെ തന്നെ നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ ആ കട്ടർ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ സാധാരണ കത്തി ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഷാർപ്പായിട്ടുള്ള കത്തി നമ്മൾ തീ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ബോട്ടിൽ കുറച്ച് തിക്കായത് കാരണമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഓർഗനൈസർ അപ്പം തന്നെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതേപോലെയാണ് ഉണ്ടാവുക. അടിപൊളിയായിട്ടില്ലേ, കുഞ്ഞാനക്കുട്ടനായിട്ടില്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ വെക്കാം കേട്ടോ. നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. കളർ ലൈറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്താലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ ഞാൻ ഒന്നുകൂടെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പ്ലെയിൻ സർഫസ് ആയത് കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പേർന്ന് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജെസ്സോ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ജെസ്സോയ്ക്ക് പകരമാണ് ഞാനിത് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നത്. സ്ക്രബ് ചെയ്യാൻ ഈ സാൻഡ് പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഞാൻ ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് കൊടുക്കാം. ബ്ലൂ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഔട്ട്സൈഡ് മാത്രമാണ് കേട്ടോ കവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ അകത്ത് ചെടി വെക്കുന്നത് കാരണം ഞാൻ ആ ഭാഗത്ത് ഞാൻ കളർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഞാനൊന്ന് ഔട്ട്ലൈൻ മാത്രം ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലാതെ വൈറ്റ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക കേട്ടോ. ഞാനൊന്ന് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് കളർ യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ കളേഴ്സ് ഒന്നും ഇല്ലെങ്കിലും സാധാരണ ആ ബ്ലൂ കളറിൽ ബ്ലാക്ക് കളർ മാത്രം പെർമനന്റ് മാർക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മാത്രം കൊടുത്താലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതല്ലെങ്കിൽ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പേഴ്സോ അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെവിയുടെ ഭാഗത്ത് ഞാൻ വൈറ്റ് കളർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ ഭാഗത്തും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് വേറെ വല്ലതുമൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തുമ്പിക്കൈയുടെ ഭാഗത്തും കൂടെ ഇതേപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് കളർ തന്നെ ലൈൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇതേപോലെ തുമ്പിക്കൈൻ്റെ അവിടെയും അതേപോലെ തന്നെ ആ നാവിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളി പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് പ്ലാന്റർ ചെയ്ത് കാണിച്ചു തരാം. അതായിട്ട് ഞാൻ ഒരു ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് തന്നെ വെക്കാൻ പറ്റും, പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നിങ്ങൾക്ക് വെളിയിലാണ് വെക്കുന്നതെങ്കിൽ മണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെടി വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ
എന്താ പറയുക, ഇതിനകത്തേക്ക് പെൻസിൽ, അതേപോലെ തന്നെ സ്കെച്ച്, അതേപോലെ മാർക്കറൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റുഡൻസിൻ്റെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് ഇതേപോലെ ഫോർക്കും സ്പൂണും ഒക്കെ വെച്ച് കൊടുക്കാനുള്ള ഒരു ഓർഗനൈസറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ള ട്രൈ പിക്സ് എൻ്റെ മെയിൽ ID അയച്ചു തരിക. ഞാൻ അത് എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ഈ അടുത്ത വീഡിയോയിലായി കാണുന്നവരെ ബൈ, താങ്ക് യു.